ഗർഭഛിദ്ര വിവാദത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തുവന്നിട്ടും കൈവിടാതെ നേതാക്കൾ. രാഹുൽ മാങ്കൂട്ടത്തിൽ നിരപരാധിയാണ് എന്ന സർട്ടിഫിക്കറ്റ് KPCC മുൻ അധ്യക്ഷൻ K. സുധാകരൻ നൽകുമ്പോൾ സർക്കാർ നടപടിയെടുക്കട്ടെ എന്ന നിലപാടിലാണ് മറ്റ് നേതാക്കൾ. പല നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തി കുറ്റക്കാരനല്ലെന്ന് ബോധിപ്പിക്കാനുള്ള ശ്രമത്തിൽ ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. വെറുതെ അദ്ദേഹത്തിനെ അപമാനിക്കാൻ വേണ്ടി CPM BJP-ക്കാർ നടത്തുന്ന ഒരു ശ്രമമാണ് അതിൻ്റെ പിറകിൽ. ഒരു സത്യാവസ്ഥയും അതിൻ്റെ അകത്തില്ല. അതിനകത്തൊക്കെ തീർത്തും നിരപരാധിയാണ് അവൻ. ഞാനതൊക്കെ അന്വേഷിച്ചു. ഞാൻ അന്വേഷിച്ചത് രണ്ട് ചീത്ത പറയാൻ വേണ്ടിയാണ്. പക്ഷേ അതെല്ലാം മറുപടിയെല്ലാം കേട്ടപ്പോൾ എനിക്ക് തോന്നി ഐ വാസ് റോങ് എന്ന് തോന്നി. ഞാൻ അവനെ വിളിച്ചു, ഇന്നലെ സംസാരിച്ചു. അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് അവനെക്കുറിച്ച് തർക്കങ്ങളില്ല. അവൻ്റെ പാർട്ടി കോൺഗ്രസ് ആണ്. കോൺഗ്രസ് അവനെ അവിശ്വസിക്കുന്നില്ല. ആര് പറഞ്ഞാലും നമുക്കത് പ്രശ്നമല്ല. KPCC മുൻ അധ്യക്ഷൻ K. സുധാകരൻ രാഹുൽ മാങ്കൂട്ടത്തിന് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകുന്നത് യാദൃച്ഛികമല്ലെന്ന് വേണം മനസ്സിലാക്കാൻ. രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ കൃത്യമായി തന്നെ നേതാക്കളെ കണ്ടും മുതിർന്ന നേതാക്കളെ കണ്ടും ഫോണിലൂടെ ബന്ധപ്പെട്ടുമൊക്കെ തൻ്റെ ഭാഗം വിശദീകരിക്കാൻ, തൻ്റെ ഭാഗത്ത് തെറ്റൊന്നും ഉണ്ടായിട്ടില്ല, പെൺകുട്ടി തന്നെ കുടുക്കിയതാണെന്ന ഒരു പുതിയൊരു വേർഷനുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ നേതാക്കളെ കാണുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. അതിൻ്റെ ഭാഗമാണ് K. സുധാകരൻ്റെ ഈ ഗുഡ് സർട്ടിഫിക്കറ്റ് എന്നാണ് കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസ് വൃത്തങ്ങളും വ്യക്തമാക്കുന്നത്. തൻ്റെ ഭാഗത്ത് ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല, തന്നെ പാർട്ടി തിരിച്ചെടുക്കണം എന്നൊരു അഭ്യർത്ഥനയുമായാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ നേതാക്കളെ കാണാനിറങ്ങുന്നത്. ശ്രീ KC വേണുഗോപാലിൻ്റെ നേതാവാണ്, ശ്രീ രമേശ് ചെന്നിത്തലൻ്റെ നേതാവാണ്, ശ്രീ VD സതീശൻ്റെ നേതാവാണ്, ശ്രീ സണ്ണി ജോസഫിൻ്റെ നേതാവാണ്. ഈ നേതാക്കന്മാർ പറയുന്ന എല്ലാ അഭിപ്രായങ്ങളോടും എനിക്ക് യോജിപ്പാണ്. അവർ പറയുന്ന എല്ലാ അഭിപ്രായങ്ങളെയും കേൾക്കുവാൻ ബാധ്യസ്ഥനായിട്ടുള്ള ഒരാളാണ് ഞാൻ. നേതാക്കന്മാർക്കിടയിൽ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഇല്ല. ആ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ, അവർ പറയുന്ന ഒപ്പീനിയനിൽ എനിക്ക് ഡിഫറൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എന്തൊക്കെയോ ഉണ്ട് എന്ന് പറഞ്ഞ് വരുത്തി തീർക്കാൻ വേണ്ടി പ്രശ്നം അല്ല. ശ്രീ രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ അനുസരിക്കുന്നുണ്ട്. നേതാക്കന്മാർ പറയുന്ന എന്താണ്, അത് ഞാനും ചെയ്തിട്ടില്ലല്ലോ. നേതാക്കന്മാർ പറയുന്നത് സസ്പെൻഷൻ പീരീഡിലുള്ള ഒരാൾ പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാൻ പാടില്ല. ഞാൻ പാർട്ടി പരിപാടികളിലല്ല പങ്കെടുക്കുന്നത്. ഇതുപോലുള്ള ഇപ്പോൾ ബഷീർക്കെ പോലുള്ള കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എനിക്ക് വേണ്ടി അത്യധ്വാനം ചെയ്ത മനുഷ്യന്മാർ അവരുടെ തെരഞ്ഞെടുപ്പിൽ വീടാന്തരം കയറി പ്രചരണം നടത്തണമെന്ന് സ്ഥല MLA എന്ന നിലയിൽ എന്നോട് ആവശ്യപ്പെടുമ്പോൾ അവരുടെ ആ ആവശ്യം അത് നിറവേറ്റേണ്ടുന്ന ബാധ്യത രാഷ്ട്രീയമായിട്ട് എനിക്കുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ നിലപാടിനെ തള്ളുന്ന ഒരു പ്രതികരണമാണ് ഇന്നും മുൻ KPCC അധ്യക്ഷൻ കൂടിയ K. മുരളീധരൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതിനൊപ്പം തന്നെ പെൺകുട്ടി പുകമറയിൽ നിൽക്കാതെ പുറത്തേക്ക് വരണം, പരാതി നൽകാൻ ധൈര്യത്തോടെ പുറത്തു വരണമെന്നൊരു നിലപാട് കൂടി മുരളീധരൻ ആവർത്തിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇലക്ഷന് അദ്ദേഹത്തിനെ സഹായിച്ച പ്രവർത്തകർ ഇലക്ഷൻ എടുക്കുമ്പോൾ അവർക്ക് വേണ്ടി ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടത്തുന്നതിന് തടസ്സമൊന്നും. പക്ഷേ പാർട്ടി നേതാക്കന്മാരോടൊപ്പം വേദി പങ്കിടാനോ പാർട്ടിയുടെ നടപടിക്രമങ്ങളിൽ പങ്കെടുക്കാനോ അദ്ദേഹത്തിന് അവകാശമില്ല. അദ്ദേഹം സസ്പെൻഷനിലാണ്. ഇന്നലെ രാഹുലിനെതിരെ നേരത്തെ പാർട്ടി നടപടിയെടുത്തിട്ടുണ്ട്. പാർട്ടി സസ്പെൻഡ് ചെയ്ത നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതിനപ്പുറത്തേക്ക് എന്ത് നടപടിയാണ് വിഷയത്തിൽ എടുക്കേണ്ടതെന്ന് കഴിഞ്ഞ ദിവസം VD സതീശൻ പ്രതിപക്ഷ നേതാവ് ചോദിച്ചിരുന്നു. സമാനമായ പ്രതികരണമാണ് ഇന്ന് KPCC അധ്യക്ഷൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത്. അതായത് രാഹുലിനെതിരെ ഉടനൊന്നും ഒരു നടപടി ഉണ്ടാകില്ല, കൂടുതൽ നടപടി ഉണ്ടാകില്ലെന്ന ഒരു വ്യക്തമായ സൂചനയായി കൂടി KPCC അധ്യക്ഷൻ്റെ വാക്കുകളെ കാണാം. അദ്ദേഹത്തെ പാർട്ടി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തെ തിരിച്ചെടുത്തിട്ടുമില്ല. അദ്ദേഹം ഒരു MLA എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന അവകാശങ്ങൾ ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. ആ നിലയിലാണ് അദ്ദേഹം ബന്ധപ്പെട്ടത്. പിന്നെ പോലീസ് അദ്ദേഹത്തിനെതിരെ കേസ് സ്വമോട്ട് എടുത്തല്ലോ. ആ കേസിന്റെ അന്വേഷണം അവിടെ എത്തിയിട്ടില്ല. അല്ല, സംഘടനാപരമായിട്ട് അദ്ദേഹം ബന്ധപ്പെടുന്നില്ല. സ്ഥാനാർത്ഥികൾക്ക് അവരുടെ പ്രചരണത്തിന് അവരിപ്പോൾ ഞങ്ങൾക്ക് നിയന്ത്രണമൊന്നും പ്രത്യേകിച്ച് ഏർപ്പെടുത്തിയിട്ടില്ല. എന്നാൽ പെൺകുട്ടി രാഹുലിനെതിരെ പരാതി കൊടുക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് അന്വേഷണ സംഘമുള്ളത്. മുഖ്യമന്ത്രി ഓഫീസുമായും പെൺകുട്ടിയുടെ ഒപ്പമുള്ളവർ ഇതിനകം ബന്ധപ്പെട്ടിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെയെങ്കിൽ വൈകാതെ പെൺകുട്ടി പരാതി നൽകും. രാഹുൽ തന്നെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നൊരു വിലയിരുത്തൽ കൂടി പെൺകുട്ടിക്കും അവർക്കൊപ്പമുള്ളവർക്കും ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെയെങ്കിൽ അധികം വൈകാതെ പെൺകുട്ടിയുടെ പരാതി മുഖ്യമന്ത്രിക്കും അതുപോലെ അന്വേഷണ സംഘത്തിനുമൊക്കെ ലഭിച്ചേക്കാം. എങ്കിൽ രാഹുലിനെതിരെ കടുത്ത നടപടിയിലേക്ക് നീങ്ങാൻ തന്നെയാണ് സർക്കാരും അന്വേഷണ സംഘവും തയ്യാറെടുക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പ്രചാരണത്തിന് എത്തുന്നത് തള്ളാതെ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം. ലൈംഗികാരോപണത്തിൽ കേസും FIR-ഉം ഉള്ള മുകേഷ് പ്രചാരണം നടത്തുന്നുണ്ടല്ലോ. പാർട്ടി പോലും നടപടിയെടുത്തിട്ടില്ല എന്നും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് നടപടിയെടുത്തുവെന്നും PMA സലാം പ്രതികരിച്ചു. കൊല്ലത്ത് മുകേഷ് ഇറങ്ങിയിട്ടുണ്ടല്ലോ LDF-ന് വേണ്ടി. രാഹുലിന്റെ പേരിൽ ഒരു കേസ് ചാർജ് ചെയ്തിട്ടില്ല. ഒരു പ്രതി എന്നെ ഉപദ്രവിച്ചു പറഞ്ഞ കേസില്ല. മുകേഷിൻ്റെ പേരിൽ FIR ഉണ്ട്, കേസ് അന്വേഷണം ചെയ്തിട്ടുണ്ട്, ചാർജ് ഷീറ്റ് കൊടുത്തിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്.
അയാളിപ്പോഴും പാർട്ടിയിലുമുണ്ട്. മറ്റു കോൺഗ്രസ് പുറത്താക്കിയിട്ടുണ്ട്.